ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ എന്ത് ചെയ്തിട്ടും ഏത് ചെയ്തിട്ടും വേദ വിക്രമിനെ വിട്ട് തിരികെ എത്തുന്നില്ല കേട്ടോ. കുറേ കുതന്ത്രങ്ങളും കുറേ തല്ലിപ്പൊളി കേസുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടും അതിലൊക്കെ സ്ട്രോങ് ആയിട്ട് വേദ നിന്ന് പോരാടിയതല്ലാതെ വിക്രമിൽ നിന്ന് പിരിഞ്ഞ് വേദ തിരികെ എത്തിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ വല്ലാത്ത ദേഷ്യം പിടിപ്പിക്കുകയാണ് ശ്രീകാന്തിനെ. എങ്ങനെയെങ്കിലും ആ ഒരു കുടുംബം നശിപ്പിക്കണം, വേദനെ എല്ലാവരും ഒറ്റപ്പെടുത്തണം, വേദ അവിടെ നിന്നും ഇറങ്ങിപ്പോകണം എന്നൊക്കെയുള്ള ഒരേ ഒരു ചിന്ത മാത്രമായിരിക്കും കേട്ടോ നമ്മുടെ ശ്രീകാന്തിൻ്റെ മനസ്സിൽ. ഇതേ സമയത്ത് വിക്രമിൻ്റെ ഒരു കേസിൽ നമ്മുടെ വേദയാണെങ്കിൽ സാക്ഷി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു സ്റ്റോറി ആയിരിക്കും ഇത്. അങ്ങനെ സാക്ഷി പറയുന്നതോടുകൂടി കമലാമ്മയാണെങ്കിൽ വേദനെ വെറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം വേദയാണെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വേദയാണെങ്കിൽ വിക്രമിനെതിരെ സാക്ഷിയൊക്കെ പറയുകയും ചെയ്യാൻ കേട്ടോ. അങ്ങനെ കമലാമ്മ കാല് പിടിച്ച് പറയുന്നുണ്ട്, വിക്രമിനെതിരെ നീ സാക്ഷി പറയില്ല, വിക്രമിനെ നീ നന്നാക്കിക്കോളാം, ശരിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നീ ഇവിടെ നിന്നതല്ലേ, അപ്പോൾ ഒരിക്കലും എൻ്റെ മകനെ കുഴിയിൽ കൊണ്ട് ചാടിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും ഇല്ല, ഞാൻ സത്യത്തിൻ്റെയും നീതിയുടെ ഒപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ, അതാണ് എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെതിരെ സാക്ഷിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതോടുകൂടി വേദ ആ വീട്ടിൽ ആരുമല്ലാതാവുന്നുണ്ട്. ഈ ഒരു സമയത്തായിരിക്കും ഇനിയുള്ള ഇൻസിഡൻസ് ഒക്കെ നടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വിനായകനാണെങ്കിൽ ശ്രീകാന്തുമായിട്ട് നല്ലൊരു കമ്പനിയൊക്കെ ആകാൻ കേട്ടോ. ശ്രീകാന്ത് വിനായകനെ കാശ് കൊടുത്ത് മയക്കിയെടുത്തിരിക്കാൻ കേട്ടോ. നന്ദിനിയാണെങ്കിൽ ഫുൾ കട്ട സപ്പോർട്ടാണ് കേട്ടോ. ഈ സമയത്ത് വിനായകനോട് പറയുന്നുണ്ട്, എൻ്റെ കമ്പനിയിൽ നല്ലൊരു ജോലിയുണ്ട്, നിൻ്റെ ഏട്ടനോട് ആ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ, കൈ നിറയെ ശമ്പളം കിട്ടും, പിന്നെ ഞാനാണ് ഇതിൻ്റെ ഹെഡെന്നോ ഞാനാണ് നിന്നോട് ഈ വിവരങ്ങൾ പറഞ്ഞതെന്നോ നീ ഒരിക്കലും വീട്ടിൽ പറയാൻ പാടില്ല, പ്രത്യേകിച്ച് വേദി ഈ കാര്യമൊന്നും അറിയാനും പാടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിനായകൻ പറയുന്നുണ്ട്, അയ്യോ പിന്നീട് ആരെങ്കിലും അറിയുകയോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആകുകയാണെങ്കിൽ പിന്നെ അത് മതി, അതുകൊണ്ട് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമാകില്ല എന്നേ, ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്തേച്ചാൽ മതി, കൈ നിറയെ ശമ്പളം കിട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേനും എന്തായാലും ചാടി വീഴും, പിന്നെ കമ്പനിയുടെ ഹെഡ് ഞാനാണെന്ന് മാത്രം പറയാതിരുന്നാൽ മതി, അത് മാത്രം നീ ചെയ്തു തന്നാൽ മതി, ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കിക്കോളും, പിന്നെ ഇതിൻ്റെയൊക്കെ പ്രതിഫലം നിൻ്റെ പോക്കറ്റിൽ എത്തുകയും ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിനായകനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. ആ കട്ടയ്ക്ക് ഞാൻ കൂടെ കാണുമെന്ന് പറയുകയാണേ. അങ്ങനെ നന്ദിനിയോട് വിനായകൻ വന്ന് കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി ആദ്യം സമ്മതിക്കുന്നില്ലേ, അങ്ങനെ വിശ്വേട്ടന് ഒരുപാട് ക്യാഷൊന്നും കിട്ടണ്ട, പിന്നെ അത് മതി, പിന്നെ നമ്മൾ ഇവിടെ വേറും ഇതായി കിടക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിനായകൻ പറയുന്നുണ്ട്, ഒരു പൊട്ടി ഇതിന് പിന്നിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഏട്ടനാണെങ്കിൽ ആ ജോലിയിൽ കയറുകയാണെങ്കിൽ അതിന് ഗുണവും നമുക്കുണ്ട്, ആവശ്യപ്പെടുമ്പോൾ ക്യാഷ് തരുമെന്നാണ് പറഞ്ഞേക്കണത്, എനിക്കിത് 2000 രൂപ കയ്യിൽ വെച്ച് തരികയും ചെയ്തു എന്നൊക്കെ പറയാൻ കേട്ടോ. എങ്കിൽ ചേർത്തു, എങ്കിലും ഇത്രയും ക്യാഷൊക്കെ കൊടുത്തിട്ട് ഇത്രയും ദേഷ്യമുള്ള ആൾ എന്തിനാ വിശ്വേട്ടനെ അവിടേക്ക് ജോലിക്ക് കയറ്റുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും കള്ളക്കളികൾ കാണും, അതൊന്നും ഓർത്ത് നീ തല പുണ്ണാക്കണ്ട, എങ്ങനെയെങ്കിലും ആ ഇൻ്റർവ്യൂ പാസ്സായി ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവരുടെ പ്ലാനിങ്ങുകളോ ഇങ്ങനെ ശ്രീജിയോടൊക്കെ പറഞ്ഞിട്ട് ശ്രീജിയേട്ടത്തി ഇങ്ങനെ കമ്പൽ ചെയ്യാൻ കേട്ടോ, വിശ്വനെ ജോലിക്ക് പോകാൻ വേണ്ടി. അങ്ങനെ വിശ്വൻ ജോലിക്ക് പോകാനൊക്കെ തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ വിശ്വൻ ജോലിക്ക് പോകുകയാണ്. ഇതേ സമയത്ത് മുതലാളി ആരാണെന്നൊന്നും പറയില്ല, അങ്ങനെ ഒരു കമ്പനിയുടെ മാനേജറിനെ മാത്രമായിരിക്കും കേട്ടോ പരിചയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ വിശ്വനാണെങ്കിൽ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാണ്. അങ്ങനെ കുറേ അവരുടെ വിശ്വസ്തനായ രീതിയിൽ തന്നെ വിശ്വനും നല്ല രീതിയിൽ തന്നെ ജോലിയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ കമ്പനി ആണെങ്കിലും നല്ല രീതിയിൽ വിശ്വനെ കയ്യിലെടുക്കാൻ കേട്ടോ. അതായത് വിശ്വൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ വിശ്വനെ കുറേ നല്ല നല്ല പോസ്റ്റുകളിലേക്കൊക്കെ പ്രൊമോഷനൊക്കെ കൊടുക്കുകയും അങ്ങനെ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി എന്നൊക്കെയുള്ള ഒരു ട്രിക്കുകളൊക്കെ അവിടെ ഏൽക്കാൻ കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും ഒരു 7 ലക്ഷം രൂപ മാനേജറും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടെ കളിച്ചിട്ട് അവിടെ നിന്നും നഷ്ടപ്പെട്ടു പോകുകയാണ് കേട്ടോ കമ്പനിയിൽ നിന്നും. അപ്പോൾ അത് പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ വിശ്വനായിരിക്കും. അങ്ങനെ വിശ്വനാണെങ്കിൽ കമ്പനിയുടെ ഹെഡിനെ വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്, ഇങ്ങനെ മാനേജറിനോടൊക്കെ ഇങ്ങനെ ക്യാഷ് നഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ തന്നെ കമ്പനിയുടെ ഹെഡിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ശ്രീകാന്താണ് സംസാരിക്കുന്നതെന്ന് വിശ്വന് അറിയാൻ പാടില്ലായിരിക്കും. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞിട്ട്, സാരയില്ല, ഇത്രയും നാളും താങ്കൾ ഇവിടെ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് തന്നെ പൂർണ്ണ വിശ്വാസമാണ്, ഇത് വേറെന്തോ മറ്റ് കളികളോ എന്തോ ഒരു അട്ടിമറി ഉണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് തൻ്റെ പേരിൽ ഞാനിത് കേസ് കൊടുക്കുകയൊന്നും ചെയ്യില്ല, എന്തായാലും നമുക്കിത് അന്വേഷിക്കാം, താങ്കളുടെ പേരിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസ്തത
ശ്രീകാന്താണെങ്കിൽ വിശ്വസ്തനായ ഒരു മുതലാളിയായി മാറുകയാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവിനും ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ താൻ വന്നു ചേർന്നിരിക്കുന്നത് നല്ലൊരു സ്ഥാപനത്തിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന വിഷ്ണുവാണെങ്കിൽ അവിടെ കഠിനാധ്വാനം തന്നെ ചെയ്യുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ശ്രീകാന്താണെങ്കിൽ വമ്പനൊരു പ്ലാനൊക്കെ ഇടുകയാണ്. അങ്ങനെ ഒരു 10 ലക്ഷം രൂപ ശ്രീകാന്താണെങ്കിൽ പറയുന്നുണ്ട് മാനേജറോട് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തു വിടാനും എൻ്റെ കയ്യിലേക്ക് നേരിട്ട് കൊടുത്തു വിടാൻ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വിഷ്ണുവാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ, തൻ്റെ മുതലാളി ശ്രീകാന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരിക്കുള്ളൂ അറിഞ്ഞിട്ട്. അപ്പോൾ ശ്രീകാന്തിനോട് ഞാൻ ഈ കമ്പനി ജോലി ഇനി ചെയ്യില്ല, എന്നോടും ദേഷ്യമായിരിക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, എനിക്ക് വിക്രമനോട് മാത്രമാണ് ദേഷ്യം, താൻ ഉയർച്ചയിലെത്തുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയാൻ കേട്ടോ. അതുകൊണ്ടല്ലേ ഒരു 7 ലക്ഷം രൂപ മിസ്സായി പോയിട്ടും തന്നെ ഞാൻ ഒന്നും പറയാഞ്ഞത്, തന്നെ ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തിയത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുകയായിരിക്കും 10 ലക്ഷം രൂപയാണെങ്കിൽ മാനേജറോട് കൊടുത്തു വിടാൻ പറയുന്നത്. അങ്ങനെ മാനേജറാണെങ്കിൽ ബാഗിൽ 10 ലക്ഷം രൂപ വെച്ച് പൂട്ടി താക്കോലുമായിട്ട് കൈ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ 10 ലക്ഷം രൂപ കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് നമ്മുടെ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പും മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഒപ്പിടാൻ പോയ സമയത്ത് പെട്ടെന്ന് ബാഗ് മാറ്റി വെക്കാൻ കേട്ടോ മാനേജർ. അങ്ങനെ ആ ബാഗുമായിട്ട് നേരെ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് വിഷ്ണു. അങ്ങനെ ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ ചെന്ന് ക്യാഷ് എടുക്കാൻ നോക്കുമ്പോൾ അവിടെ ക്യാഷ് ഉണ്ടായിരിക്കില്ലേ. ഈ സമയത്ത് ശ്രീകാന്ത് ദേഷ്യപ്പെടുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല മാനേജറുടെ കയ്യിലും തെറ്റില്ല, മാനേജർ എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് ക്യാഷ് ഇതിലേക്ക് ഇട്ടത്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ വരെ ഒരു സ്ഥലത്ത് ഞാൻ ഈ ബാഗ് താഴെ വെച്ചിട്ടില്ല, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇതിന് മുന്നേ 7 ലക്ഷം രൂപ പോയതല്ലേ, ഞാനൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ല എന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇതിന് മുന്നേ 7 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞിട്ട് പിന്നെയും താൻ മോട്ടിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ക്ഷമിച്ചു വിടണമെന്നാണോ താൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയോട് പോലീസിനെ വിളിക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ പോലീസിനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ പോലീസ് വന്നിട്ട് മാനേജർ അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിഷ്ണുവിനെ പോലീസിലേക്ക് പിടിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ശേഷം പോലീസ് സ്റ്റേഷനിലെത്തുന്ന വിഷ്ണുവാണെങ്കിൽ അവിടെയുള്ള ഒരു പരിചയക്കാരനായിട്ടുള്ള ഒരു കോൺസ്റ്റബിളിനോട് വീട്ടിൽ വിളിച്ച് വിവരം പറയാൻ കേട്ടോ. ഇതേ സമയത്ത് അങ്ങനെ ആ കോൺസ്റ്റബിൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ മാഷായിരിക്കും ഫോൺ എടുക്കുക. അങ്ങനെ ആ സമയത്ത് നമ്മുടെ വിനായകനാണെങ്കിൽ വേദയോട് ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഈ ഫ്ലാറ്റ് വാങ്ങുക, മാസം EMI ആയിട്ട് 5000 രൂപ അടച്ചാൽ മതി, നല്ല സ്ഥലമാണ്, എടുത്താലും നിനക്ക് 2 വർഷം കഴിയുമ്പോഴത്തേക്കിനും അത് ഇരട്ടി വിലയ്ക്ക് വിൽക്കാം, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ വേദയാണെങ്കിൽ ഫോണിൽ ചെക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലത്തിന് ഒട്ടും തന്നെ ഡിമാൻഡ് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നന്ദിനിയോട് പറയുന്നുണ്ട്, ഇയാളുടെ കെട്ടിയവനാണെങ്കിൽ എന്നെ കുഴിച്ചടിക്കാൻ വേണ്ടി നോക്കുകയാണ്, അതും വെറും ഒരു ആർക്കും വേണ്ടാത്ത സ്ഥലം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിനായകൻ പറയുന്നുണ്ട്, കസ്റ്റമറോട് അങ്ങനെയൊന്നും പറയാതെ നന്ദിനി, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ പറഞ്ഞത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഫോൺ എടുക്കുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ വിശ്വനാഥനാണെങ്കിൽ ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്, ഒരു 10 ലക്ഷം രൂപ കമ്പനിയിൽ നിന്നും മിസ്സിംഗ് ആയി പോയ കേസാണ്, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്നൊക്കെ പറയാൻ കേട്ടോ. നിങ്ങൾക്ക് ആൾ തെറ്റിയതായിരിക്കും, അവൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പോലീസുകാരൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വിനായകനും പറയുന്നുണ്ട്, ഏട്ടനാണെങ്കിൽ ഒരു 10 രൂപ പോലും ആരുടെ എടുക്കുന്നതല്ല, ആ ഏട്ടൻ 10 ലക്ഷം രൂപ എടുത്തെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല അച്ഛാ, ഇതെന്തോ ട്രാപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് ശ്രീചേട്ടത്തി വേദയോട് പറയുന്നുണ്ട്, വേദേ നിൻ്റെ ഏട്ടൻ്റെ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്, അപ്പോൾ നിൻ്റെ ഏട്ടൻ എന്തെങ്കിലും ചെയ്തതാണോ, എൻ്റെ വിശ്വേട്ടൻ എന്തായാലും ഇതൊരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്തായിരിക്കും കമലാമ്മ അറിയുന്നത് ഈ കമ്പനി, അതായത് ശ്രീചേട്ടത്തി ഇങ്ങനെ പറയുമ്പോഴായിരിക്കും നമ്മുടെ കമലാമ്മ അറിയുന്നത് വിഷ്ണുനാണെങ്കിൽ വേദയുടെ ഏട്ടൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഉടനെ കമലാമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ ശ്രീജയ് പറയുന്നത്, ഈ ശ്രീകാന്തിൻ്റെ കമ്പനിയിൽ നമ്മുടെ വിഷ്ണു ജോലി ചെയ്യുന്നു, നിനക്കൊക്കെ എന്താണ് വട്ടാണോ, അവൻ നമ്മുടെ കുടുംബം തുലയ്ക്കാൻ വേണ്ടി നടക്കുന്നവനാണ്, അവനും അവൻ്റെ കുടുംബം, ഇവള് വന്ന് കയറിയത് മുതൽ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്, ഇവളുടെ ഏട്ടനാണ് എൻ്റെ കുഞ്ഞിനെ കൊല്ലാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പോൾ ജയിലിലും ആക്കാൻ ശ്രമിച്ചല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, അമ്മേ വിശ്വേട്ടനും അറിയില്ലായിരുന്നു കമ്പനിയുടെ ഹെഡ് ശ്രീകാന്താണെന്ന്, ഞങ്ങൾ 2-3 ദിവസം മുന്നെയാണ് അറിഞ്ഞത്, അതുപോലെ തന്നെ എന്നോട് പറഞ്ഞതും ഇന്നലെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അച്ഛനും
വിനായകനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കുവേ. അപ്പോൾ കമലാമ്മയാണെങ്കിൽ നമ്മുടെ വേദേനെ വല്ലാതെ അങ്ങ് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ പ്രാകുന്നൊക്കെ ഉണ്ട്. നീ വന്ന് കയറിയതോടുകൂടിയാണ് ഈ കുടുംബം മുടിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് തലയ്ക്ക് കൈവച്ച് തന്നെ നീ നശിച്ചു പോകത്തേ ഉള്ളൂ, നിൻ്റെ കുടുംബം തന്നെ ഇല്ലാതായി പോകത്തേ ഉള്ളൂ, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നവളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ശപിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദ വല്ലാതെ ഒന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയും കൂട്ടുപിടിക്കുന്നുണ്ടേ. വേദ പൊട്ടി കരയാണ് കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, നിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ വന്നാലും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, എന്തൊക്കെ കാര്യങ്ങളിൽ നീ തീരുമാനം എടുത്താലും അതിലെന്തെങ്കിലും ഒരു ന്യായം സത്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇത് എൻ്റെ വിശ്വേട്ടനാണെങ്കിൽ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്ന ആളല്ല. എൻ്റെ വിശ്വേട്ടനെ പോലീസുകാർ കൊണ്ടുപോയി പറയുമ്പോൾ എൻ്റെ ചങ്ക് കത്തുകയാണ്. വേദം നീ എന്നിട്ട് ഇവിടെ ചുമ്മാ നിൽക്കുകയാണ്, നിൻ്റെ ഏട്ടനല്ല എല്ലാത്തിനും കാരണക്കാരൻ, നീ കാരണമല്ല ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് നന്ദിനിയും പറയുന്നുണ്ട്, ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നല്ലോ, നിനക്ക് ഇനി ഈ കുടുംബക്കോളം തോന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആകെ സങ്കടത്തിലായിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ നമ്മുടെ വേദ. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ വിഷം പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ക്യാഷൊക്കെ തന്ന് വിട്ടിരുന്നു, അവിടെ ഞാൻ എവിടെയും വെച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, എന്ത് മറിമായാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയണേ. അപ്പോൾ അവിടേക്ക് വിക്രമും പറഞ്ഞു കേട്ടോ, അതായത് ശ്രീജേട്ടത്തി വിക്രമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടെ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്നും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷുവിനെ കാണുമ്പോഴത്തേനും, ശരി നീ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ആരുടെ കമ്പനിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ വേദയുടെ ഏട്ടൻ്റെ ആണെന്ന് പറയാൻ കേട്ടോ. വേദയുടെ ഏട്ടൻ്റെയോ, നിനക്ക് തലയ്ക്ക് വലിയ ഓളമുണ്ടോ, നീ എന്തിനാ അവിടെ പോയി ജോലി ചെയ്യാൻ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല അത് ഞാൻ ഈ 2-3 ദിവസം മുന്നെയാണ് അറിഞ്ഞത്, വേദയുടെ ഏട്ടനാണ് എൻ്റെ കമ്പനിയുടെ ഹെഡെന്ന് ഞാൻ മാനേജറുമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, എന്നെ അവർക്ക് നല്ല വിശ്വാസമായിരുന്നു, എന്നോടും നല്ല വിശ്വാസത്തോടെയാണ് അവർ നിന്നത്, എന്നോട് ഒരു ദേഷ്യവും വൈരാഗ്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുന്നേ ഒരു 7 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴും എന്നെ അവർ പരിചയമായിട്ടില്ല, എന്നെ അവിടെ നിന്ന് രക്ഷിച്ചതേ ഉള്ളൂ, പക്ഷേ ഈ 10 ലക്ഷം രൂപ എങ്ങനെ പോയെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ വിക്രം പറയുന്നുണ്ട്, ഒരു കമ്പനിയുടെ മുതലാളി ആ കമ്പനിയുടെ വിഹിതത്തിൽ നിന്ന് 7 ലക്ഷം രൂപ പോയി കഴിയുമ്പം ചുമ്മാ വിടുന്നു നിനക്ക് തോന്നുന്നുള്ളൂ, ഇതൊക്കെ എന്തോ ഒരു ട്രാപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇല്ല, ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ശ്രീകാന്ത് ഇതൊന്നും അറിഞ്ഞിട്ടുള്ള ആളല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. നിനക്കാണെങ്കിൽ തലയ്ക്ക് ഓളമാണ് കേട്ടാ, അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്, അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, നീ എന്നും പേടിക്കേണ്ട, എന്തായാലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കിയിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വളരെ സങ്കടത്തോടുകൂടി മാഷും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണേ. ഈ സമയത്തൊക്കെ വിനായകനാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം വിനായകനാണല്ലോ ഈ കമ്പനിയിലേക്ക് ചേർത്ത് വിട്ടത്, അതുകൊണ്ട് തന്നെ വിനായകന് ആകെ ദേഷ്യവും സങ്കടവും അതുപോലെ തന്നെ പേടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീചേട്ടത്തിയോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ആ കമ്പനിയിലേക്ക് ഏട്ടനെ ജോലിക്ക് വിട്ടത്, അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്, ശ്രീകാന്തിന് നമ്മളോടുള്ള വൈരാഗ്യം നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്തായിരിക്കും ശ്രീചേട്ടത്തി പറയുന്നത്, ഞങ്ങൾക്കതൊന്നും അറിയില്ല, ശ്രീകാന്താണ് മുതലാളിയിൽ നിന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഇനി കുറച്ച് ദിവസം മുന്നെയാണ് ഏട്ടൻ അറിഞ്ഞത്, അതുപോലെ തന്നെ ഞാൻ ഇന്നലെ രാത്രിയിലാണ് അറിയുന്നത്, പിന്നെ വിനായകനേട്ടനാണ് ഇതൊക്കെ ഏർപ്പാടാക്കി തന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങളും വിശ്വസിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് വിനായകനെ എല്ലാവരും ഇങ്ങനെ നോക്കാൻ കേട്ടോ. വിക്രമം നോക്കുമ്പോൾ പെട്ടെന്ന് വിനായകൻ പറയുന്നുണ്ട്, അത് പിന്നെ ശ്രീകാന്താണ് ഇതിൻ്റെ മുതലാളിയെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഏതോ ഒരാൾ പെട്ടെന്ന് ഇങ്ങനൊരു ക്വാളിഫിക്കേഷനുള്ള ഒരാൾ അവിടെ ജോലിക്ക് വേണം, അതുപോലെ തന്നെ കൈ നിറയെ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിവിടെ വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ തടി തപ്പുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ നന്ദിനിയും എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്നും ഊരിപ്പോകുന്നുണ്ട്. ഇതേ സമയത്ത് ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, വേദ എല്ലാ കാര്യത്തിലും ഇതായിട്ട് നിൽക്കുന്ന നീ ഈ ഒരു കാര്യം വന്നപ്പോൾ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്, എന്തെങ്കിലും ഒരു വഴി ചെയ്യുമോ, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വേദയും വിക്രമും കൂടെ ഒന്നിച്ച് തന്നെ ഇറങ്ങി ഈ പ്രശ്നത്തിനൊരു പരിഹാരമൊക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷുവിനെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്, ഇതിന് പിന്നിൽ ശ്രീകാന്താണെന്ന് തെളിയിക്കുന്നുമുണ്ട് കേട്ടോ.